നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നമ്പർ സീരീസിലെ പാർട്ട് 2 ആണ് പഠിക്കുന്നത്. അതായത് ഇൻറ്റു സീരീസ്, ഗുണിച്ച് അല്ലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സീരീസ് ആണ് ഇന്ന് പഠിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഇതുണ്ടോ, ഈ രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് അടുത്ത സംഖ്യ കിട്ടുന്നത് നോക്കണം. എത്ര കൊണ്ട് ഗുണിച്ചാലാ? ഇൻറ്റു 1. 2 ഇൻറ്റു 1 2. പിന്നെ നോക്കിക്കേ, രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാലേ ഈ 4 കിട്ടുന്നേ? രണ്ടിനെ ഇൻറ്റു 2, 4 കിട്ടി. അപ്പോൾ ഇവിടെ 1 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ 4നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 12 കിട്ടിയേ? ഇൻറ്റു 3 അല്ലേ? ഉണ്ടോ, 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. അടുത്ത എത്ര കൊണ്ടായിരിക്കും അന്നേരം ഗുണിച്ചിരിക്കുന്നത്? നോക്കാം ശരിയാണെന്ന്. 4 കൊണ്ടാണോ നോക്കിയേ? 12 × 4 അല്ലേ? ഇൻറ്റു 4 48 കിട്ടി. ആണോ, 1 2 3 4. അടുത്ത എത്രയാണ്? 5 കൊണ്ടാണെന്ന് നോക്കാം. ഇൻറ്റു 5 ശരിയാകുമോ? 8 5 40, 4 5 24 26 ശരിയാ. അപ്പോൾ അടുത്തതാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. എത്ര കൊണ്ടാണ്? 6 കൊണ്ട് ഗുണിക്കണം അല്ലേ? ഇൻറ്റു 6. അപ്പോൾ 6 0 0, 6 4 24, 6 2 12 2 14, 1440 ആയിരിക്കും അല്ലേ? 6 4 24 ഇഷ്ടമുണ്ട്, 6 2 12 2 14, 1440 ആയിരിക്കും ഉത്തരം. കാരണം 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട്, 4 കൊണ്ട്, 5 കൊണ്ട്, അടുത്തത് 6 കൊണ്ടായിരിക്കും അല്ലേ? അടുത്തത് നോക്കിയേ, 3നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടിയേക്കണേ? ഇൻറ്റു 4, 12 കിട്ടി. 12നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയിരിക്കുന്നത്? ഇൻറ്റു 2 അല്ലേ? 24നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 96 കിട്ടിയേ? 4 കൊണ്ട് അല്ലേ? ഇൻറ്റു 4 4 16, 4 90 കണ്ടോ. ആദ്യം 4 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു. ഇനി എന്നാലും എത്ര കൊണ്ടായി ഗുണിച്ചേക്കുന്നത് നോക്കി? 2 കൊണ്ടല്ലേ? 96 × 2 192 അല്ലേ? 2 കൊണ്ട്. അപ്പൊ 4 2 4 2 ഇങ്ങനെ ഒന്നിടവിട്ടാ വരുന്നത്. അപ്പൊ ഇനി അടുത്ത എത്ര കൊണ്ടായിരിക്കണം ഇവിടെ ഗുണിച്ച് എഴുതേണ്ടത്? 4 കൊണ്ട്, 2 കൊണ്ട്, 4 കൊണ്ട്, 2 കൊണ്ട്, 4 കൊണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചെഴുതണം. അപ്പൊ ഉണ്ടോ, 4 2 8, 4 36, 4 4 3 768 വരും അല്ലേ? 192 × 4, 4 2 8, 4 36 ഇഷ്ടം 3, 4 4 3 7 768. അപ്പം 4 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു അല്ലേ? അങ്ങനെ ഒന്നിടവിട്ടാണ് ഗുണിച്ചു പോകുന്നത്. അടുത്ത് നോക്കിയേ, 4നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഈ 16 കിട്ടിയെന്ന് നോക്കണം. എത്ര കൊണ്ടാ? 4 കൊണ്ട് ഗുണിച്ചത്. അടുത്ത് 16നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 64ന് കിട്ടിയിരിക്കുന്നത്? 16 4 64 അല്ലേ? 64നെ 256 കിട്ടണമെങ്കിൽ എത്രയാണ്? അത് 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം 4 കൊണ്ടാകുകൊണ്ട് ഇത് എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? ഇൻറ്റു 4. അപ്പോൾ എത്ര വരും? 4 6 24 ഇഷ്ടം 2, 4 5 22 22 ശിഷ്ടം 2, 4 2 8 2 10, 1024 ആയിരിക്കും അവിടെ വരുന്നത്. ഇത് 4 2 4 2 പോകും. ഇവിടെ 4 4 4 4 പോകും. ഇവിടെ 1 2 3 4 പോകും. അടുത്തതോ 2 ഈ 2നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടിയേ? 3 കൊണ്ട് ഗുണിച്ചപ്പോൾ. ഇനി 6നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോൾ 18 കിട്ടിയിരിക്കുന്നത്? 3 കൊണ്ട് ഗുണിച്ചപ്പോൾ. 18ന് 54 കിട്ടിയാൽ 3 കൊണ്ടല്ലേ നോക്കിയേ? അതെ, 18ന് 3 54 അല്ലേ? അടുത്ത 54നെ ഇതുണ്ടോ, 162 കൂട്ടിയത് 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണോ നോക്കിയേ? 3 4 12, 3 15 1 16. അതെ, ഇൻറ്റു 3. അപ്പോൾ ഇതിനെയും 3 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ മതി. 3 2 6, 3 6 18, 3 3 486 അല്ലേ? ഇങ്ങനെ ഇതെല്ലാം 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഉത്തരം കിട്ടിയത്. ഇതെല്ലാം 4 കൊണ്ട്. ഇതെല്ലാം 4 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു. ഇതാണ് 1 2 3 4 5 ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഗുണനമാണോ ഏത് രീതിയിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ പ്ലസ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇൻറ്റു സീരീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ടൊക്കെ ഒന്നും കൂടെ ചെയ്തു നോക്കുക. സ്പീഡാകണം ഏറ്റവും പ്രധാനം. സ്പീഡ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.